കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യം, നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എഫെസ്യ ലേഖനം 5-ാം അധ്യായം ആരംഭിക്കുന്നത്, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പി. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് പലരുടെയും ഒരു ക്യാരക്ടർ, ഒരു സ്വഭാവമാണ് അനുകരിക്കുക എന്നുള്ളത്, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് അനുകരണങ്ങളുണ്ട്, ഇല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യന് ജീവിക്കാൻ തക്കവണ്ണം കഴിയത്തില്ല. പക്ഷേ അരുതാത്തത് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരില്ല. ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്ത് ആയിരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് തിരുവചനം നമുക്ക് ഡയറക്ഷൻ നൽകുകയാണ്. നമ്മുടെ ജീവിത ആധാരം എന്ന് പറയുന്നത് ബൈബിൾ തന്നെയാണ്. ഏത് സംസ്കാരത്തിൽ നമ്മളായിരുന്നാലും നമുക്കറിയാം, ഓരോ രാജ്യത്തിലും ഓരോ സംസ്കാരം. ഇന്ത്യയിലുള്ള സംസ്കാരമല്ല മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാ രീതിയിലും, എല്ലാ വിഷയത്തിലും, എല്ലാ ഇടപെടലുകൾ, വസ്ത്രധാരണങ്ങളിൽ, സംസാരങ്ങളിൽ, സ്തോത്രം ഒക്കെ വ്യത്യാസങ്ങളുണ്ട്, അല്ലേ? എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ തിരുവചനം പഠിക്കുന്ന നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം ആണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ എവിടെയായിരുന്നാലും ബൈബിൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? അനുകരിക്കണം. ലോകത്തിൽ ആരെയും നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ നിശ്ചയമായിട്ടത് പരാജയമായിട്ട് മാറുവാൻ തക്കവണ്ണം ഇടവരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. ആരുടെ കൂട്ടാളികൾ ആകരുത് എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിച്ചത്. അതിൻ്റെ സ്തോത്രം 5-ാമത് വാക്യത്തിലേക്ക് വന്ന്, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. നമുക്കറിയാം, ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞൊരു വലിയ ലിസ്റ്റ് തിരുവചനത്തിനകത്ത് പറയുന്നുണ്ട്, അല്ലേ? സ്തോത്രം. നമ്മളെപ്പോഴും പലരും പറയുന്ന ഒരു എക്സ്ക്യൂസാണ്, അങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന് പലരും നമ്മൾ ചിന്തിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. ബൈബിൾ പറയുന്നത് പോലെ ജീവിച്ചെങ്കിലേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ഒരു കോംപ്രമൈസ് ഇല്ലാതെ പറയുന്ന ഒരു കാര്യമുണ്ട് പൗലോസ് അപ്പോസ്തലൻ. എന്തുവാ? അശുദ്ധൻ, ദുർനടപ്പുകാരൻ, വിഗ്രഹാരാധിയായ അത്യാഗ്രഹി, ഈ വകയിലുള്ളവർക്ക് ക്രിസ്തുവിൻ്റെയോ ദൈവത്തിൻ്റെയോ രാജ്യത്തിൽ അവകാശം ഇല്ല. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് നല്ലത്. അവകാശമില്ല. അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകളോ ഇല്ലെങ്കിൽ ഇവിടുത്തെ സ്വാധീനങ്ങൾ ചെലുത്തി തിരികെ കയറ്റുകലുകളോ ഒരിക്കലും അവിടെ നടക്കത്തില്ല. ഇവിടെ ദൈവരാജ്യത്തിൽ അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ദൈവവചനപ്രകാരം നമ്മൾ ജീവിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാണ്. അപ്പോൾ അവരുടെ കൂട്ടാളികൾ നമ്മൾ എന്ത് ചെയ്യരുത്? ആകരുത്. ഇതിൽ പറയുന്നൊരു വാക്കാണ് ദുർനടപ്പുകാരൻ. എന്താ ദുർനടപ്പുകാരനെ കുറിച്ച് ബൈബിൾ പറഞ്ഞത്? കൊരിന്ത്യലേഖനത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 5-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളുണ്ട്. ദുർനടപ്പുകാരുടെ സംസർഗം അരുത്. ഏത് ദുർനടപ്പുകാരാണ്? ഈ ലോകത്തിലെ പിടിച്ചുപറിക്കാരോടാണോ, ഇല്ലെങ്കിൽ അത്യാഗ്രഹികളോടാണോ, വിഗ്രഹാരാധികളോടാണോ എന്നല്ല. അപ്പം ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടല്ല. പിന്നെ ആരോടാണ് അകന്നിരിക്കാൻ പറഞ്ഞത്? തിരുവചനം പറഞ്ഞത്, സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാനക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗം അരുത്, അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്ര ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. അതാണ് എൻ്റെ ആൾ. അപ്പം ആരോടാണ് സംസർഗം അരുതെന്ന് പറഞ്ഞത്? അല്ല, സഹോദരൻ എന്ന് പേർപ്പെട്ട വിശ്വാസിയായിരുന്നിട്ട്, ദൈവദാസനായിരുന്നിട്ട്, കർത്തൃവേലയിലായിരുന്നിട്ട് ഒരാൾ തെറ്റിപ്പോയാൽ, അത് വാവിഷ്ഠാനക്കാരനോ ദുർനടപ്പുകാരനോ അശുദ്ധനോ വിഗ്രഹാരാധിയോ അല്ല, സ്തോത്രമല്ല, ഏതെങ്കിലും തരത്തിൽ പാപത്തിൽ അവൻ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അകപ്പെട്ടയാളിനോട് നീ എന്ത് ചെയ്യരുത്? സംസർഗം അരുത് എന്നാണ് ബൈബിൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. അതിൽ കുറച്ചുകൂടെ കയറ്റിയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അവരോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത്. നമ്മുടെ പെന്തക്കോസ്തുകാർ അല്ലെങ്കിൽ ദൈവമക്കളെ നമ്മൾ ഇവിടങ്ങളിൽ പ്രയോഗിക്കുന്ന ഒരു ഭാഷയുടെ പിന്മാറ്റക്കാരോട് കൂട്ടുകൂടരുത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം. ദൈവത്തെ വിട്ടകന്നു മാറിയ, ദൈവത്തിൻ്റെ വചനം വിട്ടകന്ന, പാപത്തിൽ വീണുപോയ ഒരാളിനോട് ദൈവമക്കളായി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടാളികൾ ആകരുത്. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിശുദ്ധിയോടെ, നേർമ്മയോടെ, ദൈവകൃപയിൽ ആശ്രയിച്ച്, ദൈവവചനം അനുസരിച്ച്
മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അങ്ങനെ വന്നാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ വന്നാൽ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായിട്ട് നമ്മൾ മാറും. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അവിടെ ഞങ്ങളെ സഹായിച്ചാട്ട്, ബലപ്പെടുത്തിയാട്ട്, ശക്തീകരിച്ചാട്ട് എല്ലാവിധമായ ആത്മീക ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും സൗഖ്യങ്ങളും കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം ഇടവരുത്തും. എല്ലാ മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.